ചെമ്മീൻ ബോൾ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ചെമ്മീൻ, 1 മുറി തേങ്ങ ചിരകി അതിൻ്റെ 1-ാം പാലും 2-ാം പാലും 3 കപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മൈദമാവ്, ഉപ്പ്. ഇനി അരയ്ക്കുന്നതിനായി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കൊഞ്ച്, 4 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ഉപ്പ്, 2 പച്ചമുളക് എന്നിവ അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു സവോള, 3 ടൊമാറ്റോ, 1 പീസ് ഇഞ്ചി, 4 പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇതുപോലെ എല്ലാം അരിഞ്ഞെടുക്കാം. നമുക്ക് കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. കടുക് പൊട്ടിക്കാം. ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ മതിയാവും. ഇവിടെ നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 3 പച്ചമുളകും ചേർക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർക്കാം. ഇതൊന്ന് വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂട്ട് ബോളാക്കി എടുക്കാം. കയ്യിൽ അല്പം വെള്ളം നനച്ച് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മൈദമാവ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കാം. നമ്മൾ ഉപ്പ് ചേർത്താണ് അതിനെ ബോളാക്കിയത്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. ആവശ്യമെങ്കിൽ പിന്നീട് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിനെ നന്നായിട്ട് വഴറ്റാം. ഇത് നന്നായി മൊരിയുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാല് ചേർക്കാം. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കാം. ഇനി ഇത് തിളച്ചതിന് ശേഷം ചെമ്മീൻ ഉരുളകൾ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഓരോ ഉരുളകളെ കയ്യിൽ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടി ഇതിലേക്ക് ചേർക്കാം. ഉരുളകളെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിനെ ഇളക്കാതെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് ആവി കയറ്റാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിനെ പൊട്ടിപ്പോവാതെ ജസ്റ്റ് ഒന്ന് ഇളക്കാം. ടൊമാറ്റോ നന്നായിട്ട് വെന്തുടയുന്നത് വരെ അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാല് ചേർക്കാം. ഇനി സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് ഇളക്കി വാങ്ങാം. തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി വാങ്ങാം. ചെമ്മീൻ ബോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് വാങ്ങാം.